കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, മലങ്കര കാത്തലിക് ടിവിയുടെ സുവിശേഷത്തിന്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. വലിയ നോമ്പിന്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഈ സുവിശേഷ ഭാഗം അല്പം വലുതാണ് എങ്കിൽ തന്നെയും ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ 3 പശ്ചാത്തലങ്ങൾ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ പ്രത്യേക പശ്ചാത്തലം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം ഒരു പ്രത്യേക യൂണിറ്റിൽ ഉൾപ്പെടുന്നതാണ്. അതായത് 7-ാം അധ്യായത്തിലെ കൂടാര തിരുനാളിൽ ആരംഭിക്കുന്ന സുവിശേഷ ഭാഗം 10-ാം അധ്യായത്തിലെ നല്ല ഇടയനെ കുറിച്ചുള്ള പഠനത്തിലാണ് പൂർത്തീകരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ യേശു തമ്പുരാൻ കൂടാര തിരുനാളിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയും ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്നും നിത്യജീവന്റെ ജീവജലം എന്നിൽ നിന്ന് കോരിയെടുക്കണമെന്നുമുള്ള 2 പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഈ 2 പാഠങ്ങളുടെ സമുന്നയ ഭാവമാണ് 9-ാം അധ്യായത്തിലെ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗം. ഈ ജന്മന അന്ധനായി ജനിച്ച ഒരുവനെ സുഖപ്പെടുത്തിയതിനു ശേഷം 10-ാം അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാണ് എന്നും നല്ല ഇടയൻ മറ്റ് ഇടയന്മാരിൽ നിന്ന്, അതായത് കള്ളന്മാരും കവർച്ചക്കാരുമായ ഇടയന്മാരിൽ നിന്ന് എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും പഠിപ്പിക്കുന്ന 10-ാം അധ്യായത്തോടെ ഈ ഒരു യൂണിറ്റ് അവസാനിക്കുന്നു. ആയതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സുവിശേഷകൻ എഴുതി വെച്ച ഈ 7-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന കൂടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്ന വികാസങ്ങളോട് ബന്ധപ്പെടുത്തി വേണം 9-ാം അധ്യായത്തിലെ അന്ധനെ സുഖപ്പെടുത്തുന്ന വേദഭാഗം നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇതാണ് ഈ സുവിശേഷത്തിന്റെ 1-ാമത്തെ പശ്ചാത്തലം. ഇതിന്റെ 2-ാമത്തെ പശ്ചാത്തലം നമ്മുടെ ആരാധനക്രമവുമായി ബന്ധപ്പെടുത്തിയാണ്. നമ്മുടെ ആരാധനക്രമത്തിലെ വലിയ നോമ്പ് കാലത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗം പ്രത്യേകമായി ധ്യാനിക്കുന്നത്. ഞാൻ ഈ വലിയ നോമ്പ് കാലത്തെ 6ാമത്തെ ഞായറാഴ്ചയിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് ആരാധനക്രമ കാലയളവിൽ ഈ സുവിശേഷ ഭാഗം വന്നാൽ ഇതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും മറ്റൊരു തലത്തിലായിരിക്കും. ആയതുകൊണ്ട് ഈ വലിയ നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിച്ചു വരുന്നത് മിശിഹ രഹസ്യങ്ങളെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങളാണ്. ഈ മിശിഹ രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ രഹസ്യം, മിശിഹ രഹസ്യം യേശു ക്രിസ്തു എന്നതാണ്. ഇവിടെ ഈ ജന്മന അന്ധനായവൻ അവനെ സുഖപ്പെടുത്തിയതിന് ശേഷം അവൻ്റെ യേശുവിനെ കുറിച്ചുള്ള അവബോധത്തിൻ്റെ വളർച്ച നമ്മൾ കാണുന്നു. യേശു എന്നുള്ള പേരുള്ള ഒരു മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തിയെന്നും അവനൊരു വലിയ പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പിന്നീട് തന്നെ സുഖപ്പെടുത്തിയവൻ ക്രിസ്തു തന്നെയാണ് എന്നും ഈ അന്ധൻ ഏറ്റുപറയുന്നു. ഈ അന്ധനായവൻ, ജന്മന അന്ധനായവന്റെ ആത്മീയ അവബോധ വളർച്ച ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ആരാധനക്രമ വത്സരത്തിലെ പശ്ചാത്തലം നമ്മെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കും. 3ാമതായി ഈ സുവിശേഷ ഭാഗം ഇതിൻ്റെ പ്രത്യേകമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രത്യേകിച്ച് കൂടാര തിരുനാളിൽ യഹൂദർക്ക് 2 കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. 1ാമതായി ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലും ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠത്തിന് അരികിലും ദീപങ്ങൾ തെളിച്ച് ലോകത്തിന് മുഴുവൻ പ്രകാശമാണ് ഈ ജെറുസലേം ദേവാലയം എന്ന ചരിത്ര സത്യത്തിലേക്ക് യഹൂദരെ മുഴുവൻ ആകർഷിച്ചിരുന്നു. ആയതുകൊണ്ടാണ് യേശു തമ്പുരാൻ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലം വിവരിക്കപ്പെടുന്ന ആ സുവിശേഷ ഭാഗത്ത് തന്നെ പറയുന്നത് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന്. 2ാമതായി യഹൂദർ ഈ കൂടാര തിരുനാളിൽ പ്രത്യേകമായി സീലോഹ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ തളിച്ചിരുന്നു. അത് സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ്: ഈ സീലോഹ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ തളിക്കുമ്പോൾ ആ ബലിപീഠത്തിൽ നിന്ന് ഒഴുകുന്ന ജലം ലോകത്തിന് മുഴുവൻ രക്ഷയുടെ അടയാളമായി, രക്ഷയുടെ സന്ദേശമായി അത് മാറുമെന്ന്. ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠം ലോകത്തിന് രക്ഷയുടെ അടയാളമാണ് എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു.
ഈ രണ്ട് പശ്ചാത്തലങ്ങൾ ഈ യഹൂദർ കൂടാരത്തിരുനാളിൽ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയാണ്, നമ്മെ ധ്യാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ മൂന്ന് പശ്ചാത്തലങ്ങൾ, ഒന്നാമതായി ഈ സുവിശേഷത്തിന്റെ പ്രത്യേക പശ്ചാത്തലം 7-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന കൂടാരത്തിരുനാളിന്റെ പശ്ചാത്തലം. രണ്ടാമതായി ഈ സുവിശേഷം നമ്മുടെ ആരാധനക്രമ വത്സരത്തിൽ വലിയ നോമ്പ് കാലത്ത് മിശിഹ രഹസ്യത്തെ, ക്രിസ്തു എന്ന മിശിഹ രഹസ്യത്തിലേക്ക് നമ്മെ വിളിച്ചോതുന്നു. മൂന്നാമതായി ഈ സുവിശേഷ ഭാഗത്ത് പ്രത്യേകമായി യഹൂദരുടെ രണ്ട് കർമ്മങ്ങൾ, ഒന്ന് ദീപങ്ങൾ തെളിച്ച് ലോകത്തിന്റെ പ്രകാശം എന്ന് പറയുക, രണ്ട് ശീലോഹ കുളത്തിൽ നിന്ന് ജലമെടുത്ത് ബലിപീഠത്തിൽ തളിക്കുന്നത് വഴി ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠം ലോകത്തിന് രക്ഷ ഒഴുക്കുന്ന സങ്കേതമാണ് എന്ന് പഠിപ്പിക്കും. ഈ മൂന്ന് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗം നമ്മൾ ധ്യാനിക്കേണ്ടത്. സുവിശേഷം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഈ 41 വാക്യങ്ങളും നമ്മൾ വായിച്ചു പോകുന്നില്ല. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം ഞാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഇങ്ങനെ ഈ സുവിശേഷ ഭാഗം പോവുകയാണ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ യേശു നിലത്ത് തുപ്പി ചെളി കുഴച്ച് ആ തുപ്പൽ പുരണ്ട മണ്ണ് ആ അന്ധന്റെ കണ്ണിൽ പുരട്ടുകയും അന്ധനെ ശീലോഹ കുളത്തിലേക്ക് അയക്കുകയും ചെയ്യും. ശീലോഹ കുളത്തിൽ കഴുകി ആ അന്ധൻ സുഖപ്പെടുന്നു. സുഖപ്പെട്ട അന്ധനെ അയൽക്കാരും ബന്ധുക്കളും ഫരിസേയരുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ഫരിസേയർ ഇവനെ സുഖപ്പെട്ടത് എങ്ങനെയെന്ന് ആദ്യം വിശ്വസിക്കുന്നില്ല. പിന്നീട് സാബത്തിൽ യേശു സുഖപ്പെടുത്തിയതിനെ പ്രതി അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കും. ഈ ചോദ്യത്തിന്റെ അവസാനം അവന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ഈ ആത്മീയ അന്ധത ബാധിച്ച ഒരുവൻ, ശാരീരികമായി അന്ധനായി ജനിച്ച അവന്റെ ആത്മീയ അവബോധ വളർച്ചയും, ഫരിസേയർ നിയമം അറിയാവുന്ന, നിയമം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരെന്ന് സ്വയം വിശേഷിച്ചിരുന്ന ഫരിസേയർ യേശുവിനെ കുറിച്ചുള്ള അറിവിൽ പിന്നോക്കം പോകുന്നതും നമ്മൾ കാണുന്നു. പിന്നീട് യേശു ക്രിസ്തുവാണെന്ന് ഈ അന്ധൻ ഏറ്റുപറയുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്നതാണ് ഈ സുവിശേഷത്തിന്റെ ഇതിവൃത്തം, പശ്ചാത്തലം, ഈ സുവിശേഷത്തിന്റെ ഉള്ളടക്കം. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൽ ഒന്നാമതായി കടന്നു പോകുമ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു അന്ധനെ കണ്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമാണോ ഇവൻ അന്ധനായി ജനിക്കാൻ കാരണം? യേശുവിന്റെ മറുപടി പ്രസക്തമാണ്. ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവരിൽ പ്രകടമാകേണ്ടതിനാണ്. യഹൂദരുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, മനുഷ്യന്റെ പാപമാണ് സഹനത്തിന് കാരണം. മനുഷ്യന്റെ പാപമാണ് സഹനത്തിന് കാരണം. എല്ലാ രോഗങ്ങളും പാപത്തിന്റെ പ്രതിഫലനമായി അവർ കണക്കാക്കിയിരുന്നു. എന്നാൽ യേശു പറയുകയാണ്, എല്ലാ സഹനവും പാപനിമിത്തമല്ല, എന്നാൽ പാപം സഹനം ഉണ്ടാക്കും. എല്ലാ സഹനവും പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിന് ചില സഹനങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് നൽകപ്പെടും. എന്നാൽ പാപം സഹനത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. യേശുവിന്റെ വാക്കുകളിൽ അതില്ല എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ പാപവും സഹനം ഉളവാക്കുന്നതാണ്, എന്നാൽ എല്ലാ സഹനവും പാപത്തിന്റെ പ്രതിഫലമല്ല. ആയതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം നൽകുന്ന അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഈ സുവിശേഷ ഭാഗത്ത് 41 വാക്യങ്ങളുള്ള ഈ സുവിശേഷ ഭാഗത്ത് അന്ധതയും കാഴ്ചയും സംബന്ധിച്ച് 24 പ്രാവശ്യം വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു ചെയ്ത അത്ഭുതത്തെ പ്രതി 41 വാക്യങ്ങളിൽ ഒരേ അത്ഭുതത്തെ പ്രതി 4 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. അന്ധനോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ അന്ധൻ ഇവൻ സുഖം പ്രാപിച്ച രീതി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികളും 4 പ്രാവശ്യം എടുത്തു പറയുന്നു. അന്ധതയെയും കാഴ്ചയെയും സംബന്ധിച്ച റെഫറൻസുകൾ 41 വാക്യങ്ങൾക്കിടയിൽ 24 പ്രാവശ്യം പറയുന്നു. ആയതുകൊണ്ട് തന്നെ ഈ സുവിശേഷ ഭാഗം ആത്മീയ അന്ധതയെയും ആത്മീയ കാഴ്ചയെയും സംബന്ധിച്ചുള്ളതാണെന്ന് വളരെയധികം സ്പഷ്ടമാണ്. പ്രകാശത്തിലേക്ക് കടന്നു വരുന്നതാണ് വിശ്വാസത്തിന്റെ അടയാളമെന്ന് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ അതിൻ്റെ വളർച്ചയിൽ നമ്മൾ കാണുന്നുണ്ട്.
യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെയുള്ള സുവിശേഷ ഭാഗത്തെ നമ്മൾ വിളിക്കുക അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ സുവിശേഷം എന്നാണ്. ഈ അടയാളങ്ങളുടെ സുവിശേഷത്തിൽ ഏറ്റവും പ്രകടമായത് വെളിച്ചത്തിലേക്ക് കടന്നു വരണമെന്നാണ്. ആയതുകൊണ്ടാണ് ഇതിന്റെ ആമുഖ ഭാഗത്ത് പറയുക, വെളിച്ചം, പ്രകാശം ലോകത്തിലേക്ക് വന്നു, എന്നാൽ ലോകം അവനെ സ്വീകരിച്ചില്ല. രണ്ടാമതായി നിക്കോദേമോസിനോട് പറയുന്നതും അതുതന്നെയാണ്. നിക്കോദേമോസ് ജലത്താലും ആത്മാവിനാലും ജനിക്കണം, ജലത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് നിക്കോദേമോസിനോട് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നതും ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗവും തമ്മിൽ ബന്ധമുണ്ട്. ഈ അന്ധൻ ജലത്താൽ പോയി തൻ്റെ കണ്ണുകൾ കഴുകി മടങ്ങി വരുമ്പോൾ അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, യേശുവിനെ കുറിച്ചുള്ള അറിവിൽ വളരുകയാണ്. ഈ ശീലോഹ എന്ന ഒരു കുളത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകത്തിന്റെ 32-ാം അധ്യായത്തിൽ 2-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയും, യെശയ്യായുടെ പുസ്തകം 22-ാം അധ്യായത്തിലും, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിലും ഹെസക്കിയ രാജാവ് ഒരു ടണൽ നിർമ്മിക്കുന്നതിനെ പ്രതിയും ആ ടണലിന്റെ അവസാന ഭാഗത്ത് ഇസ്രായേലിൽ ഒരു ജലസംഭരണി ഉണ്ടാക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ജലസംഭരണിയാണ് ശീലോഹ കുളം എന്ന പേരിൽ അറിയപ്പെടുക. ശീലോഹ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. യഥാർത്ഥത്തിൽ യേശുവാണ് അയക്കപ്പെട്ടത്. ആയതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്തിൽ ഇപ്രകാരം യേശു പറയുക, 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുക, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ് എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആയതുകൊണ്ട് ശീലോഹ എന്ന കുളം മാറ്റപ്പെടുകയാണ്, അവിടേക്ക് യേശു പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ശരിയായ വിധത്തിൽ അയക്കപ്പെട്ടവൻ. ഇനി മുതൽ ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിഹാര ബലികളല്ല, മറിച്ച് ശീലോഹ കുളത്തിൽ നിന്ന് ജലമെടുത്തുകൊണ്ട് വന്ന് ബലിപീഠത്തിൽ തളിക്കുന്നതല്ല ലോകത്തിന്റെ രക്ഷയായിട്ട് മാറുന്നത്, മറിച്ച് യഥാർത്ഥത്തിൽ അയക്കപ്പെട്ട ക്രിസ്തു ലോകത്തിന്റെ രക്ഷയായി, ലോകത്തിന്റെ രക്ഷയുടെ അടയാളമായി മാറുകയാണ്. ഇപ്രകാരം യഹൂദർ കത്തിച്ചു വച്ചിരുന്ന ദീപയഷ്ടികൾ, ദീപനാളങ്ങൾ എല്ലാം മാറ്റപ്പെട്ട് ലോകത്തിന്റെ പ്രകാശമായി യഥാർത്ഥത്തിൽ ക്രിസ്തു കടന്നു വരുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ യഥാർത്ഥമായ ദൈവരഹസ്യം. രണ്ടാമതായി ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ തളിക്കപ്പെട്ടിരുന്ന ജലം മാറ്റപ്പെട്ട് യഥാർത്ഥത്തിൽ അയക്കപ്പെട്ട രക്ഷകന്റെ രക്തത്താൽ ലോകത്തിന് രക്ഷ ലഭിക്കുന്നു എന്നതാണ് ഈ സുവിശേഷത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ദൈവരഹസ്യം. ഇതിന്റെ ദൈവശാസ്ത്രം അതാണ്. മൂന്നാമതായി ഈ അന്ധനായ വ്യക്തിയുടെ അവബോധ വളർച്ചയാണ്. യേശു എന്നൊരു മനുഷ്യൻ എന്നെ സുഖപ്പെടുത്തിയെന്നും, രണ്ടാമതായി തന്നെ സുഖപ്പെടുത്തിയവൻ ഒരു പ്രവാചകനാണെന്നും, മൂന്നാമതായി തന്നെ സുഖപ്പെടുത്തിയ യേശു യഥാർത്ഥ ക്രിസ്തു, അതായത് മിശിഹ, അയക്കപ്പെട്ടവൻ, അനോയിന്റ് ചെയ്യപ്പെട്ടവൻ, അഭിഷിക്തനായവൻ യേശുവാണ് എന്ന് അവൻ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, വലിയ നോമ്പ് കാലത്ത് ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ വലിയ നോമ്പിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഓശാന ഞായറാഴ്ചയും അതേ തുടർന്ന് മിശിഹ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന, ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെയും പെസഹായും ധ്യാനിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ തരുണത്തിൽ ഈ അന്ധനെ സുഖപ്പെടുത്തുന്ന വേദഭാഗം അതിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം ഉൾക്കൊണ്ട് ലോകത്തിന്റെ യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരായി മാറുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രത്യേകമായി 9-ാം അധ്യായത്തിന്റെ പശ്ചാത്തലങ്ങളെ നമ്മൾ വിവരിക്കുകയായിരുന്നു. ഈ സുവിശേഷ വാക്യത്തിന്റെ ഓരോ വാക്യത്തിനും ഒരുപാട് അർത്ഥങ്ങളും ധ്വനികളുമുണ്ട്. ഈ 41 വാക്യങ്ങൾ നമ്മൾ ഒരുപോലെ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കും. എങ്കിലും ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ ഓടിച്ച് ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബലിപീഠം മാറ്റപ്പെട്ട്, ജെറുസലേം ദേവാലയത്തിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികൾ മാറ്റപ്പെട്ട് ക്രിസ്തു എന്ന ബലിപീഠവും ക്രിസ്തു എന്ന ബലി അർപ്പകനും ക്രിസ്തു എന്ന ബലിയുടെ കുഞ്ഞാടും അവിടേക്ക് പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അർത്ഥം. യേശുവിനെ കർത്താവും രക്ഷകനുമായി തിരിച്ചറിയുകയും ക്രിസ്തുവാണ് യഥാർത്ഥ പ്രകാശമെന്നും ആ ക്രിസ്തു കടന്നു വരുമ്പോൾ ഏത് അന്ധതയും മാറുമെന്നും
അപ്രകാരം അന്ധത മാറി ക്രിസ്തുവിനെ ദൈവമായി തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.